ഹലോ വെൽക്കം ടു ടേസ്റ്റ് ക്വീൻസ്. അപ്പോൾ ഇന്ന് വളരെ ഹെൽത്തി ആയൊരു റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ പായസം വെക്കാറുള്ള മുളയരി വെച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഈസി ബ്രേക്ക്ഫാസ്റ്റ്. ഒരുപാട് പ്രോട്ടീനും അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ മുളയരി നമ്മുടെ ഡയറ്റിൽ പെടുത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതൊരു ഹെൽത്തി വേർഷനിൽ കഴിക്കുന്നതല്ലേ ഏറ്റവും നല്ല ബെറ്ററായിട്ട് ഉള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അത് ഉപ്മ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ബാംബൂ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാംബൂ റൈസിന് വേവ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, തലേന്ന് രാത്രി തന്നെ ഇത് സോക്ക് ചെയ്ത് വെക്കിയിരിക്കും എളുപ്പം. അപ്പോൾ രാവിലെ പ്രഷർ കുക്കറിൽ അങ്ങ് വേഗം വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ രാവിലെ ഒരു 2-3 മണിക്കൂർ മുന്നേ എങ്കിലും കുതിർത്ത് വെച്ചാൽ നമുക്ക് കുക്കറിൽ അങ്ങ് വേവിച്ചെടുക്കാം. ഞാനിത് കുക്കറിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസും കൂടി അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാംബൂ റൈസ് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെജിറ്റബിൾസ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാരറ്റ്, ബീൻസ്, സ്വീറ്റ് കോൺ, ഇത്രയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. അത് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉഴുന്നുപരിപ്പ് ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചിയും അതുപോലെ തന്നെ ആവശ്യത്തിന് പച്ചമുളക് ചോപ്പ് ചെയ്തത് അതുകൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തത് നമുക്കിതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ച ഒരു സവാള അതുകൂടി ചേർത്തിട്ട് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴക്കിയെടുക്കാം. ഞാൻ ഈ ബാംബൂ റൈസ് വേവിക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് വേണം പിന്നെ നമ്മൾ ഈ വെജിറ്റബിൾസ് സോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. അടുത്ത ഇതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ ബീൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സ്വീറ്റ് കോൺ ഓൾറെഡി ബോയിൽ ചെയ്തിട്ടാണ് അതിൻ്റെ ആ സീഡെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് ലാസ്റ്റ് ഈ ക്യാരറ്റും ബീൻസൊക്കെ വെന്തതിന് ശേഷം നമുക്കതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിന് ഒരുപാട് കുക്കിംഗ് ടൈമൊന്നുമില്ല. നമ്മളിതുപോലെ തലേന്നൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ബാംബൂ റൈസ് വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണത്. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഇതിലേക്ക് നമുക്ക് ആ വേവിച്ച് വെച്ചിരുന്ന സ്വീറ്റ് കോൺ കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്ത ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ മുളയരി എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ മുളയരി വെച്ച് പായസമൊക്കെ ഉണ്ടാക്കി കുടിക്കും. പക്ഷേ ഈ ഡയബറ്റിക്സ് ഉള്ള ആളുകൾക്ക് എപ്പോഴും ഇങ്ങനെ പായസം ഒന്നും ഉണ്ടാക്കി കുടിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഹെൽത്തി വേർഷനിലൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നതും അവരുടെ ഡയറ്റിൽ പെടുത്തുന്നതൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ലാസ്റ്റ് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബാംബൂ റൈസ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റ് മേക്കറാണ്. അതും ഇതുപോലെ ഓപ്ഷണലാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും ഒരു ടേസ്റ്റും കൂടി ആയിരിക്കും. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ ഹെൽത്തി ആയ ബാംബൂ റൈസിൻ്റെ ഉപ്മ അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്.